ഇങ്ങനെ പറയാറുണ്ട്, നമുക്കിപ്പോൾ സമയം മോശമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശനിയും വ്യാഴവും ബുധനും ഒന്നും ശരിയല്ലെങ്കിൽ ഇന്ന ഒരു പ്രതിവിധി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന പൂജ ചെയ്താൽ മതി. ശരിക്കും നമ്മളുടെ ലൈഫ് ഓൾറെഡി ഒരു ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ നടക്കുക? അതിനെന്തെങ്കിലും മാറ്റാൻ പറ്റുമോ ഈ പൂജാവിധികൾ കൊണ്ടിട്ട്? ഈ ചോദ്യത്തിന് മറ്റൊരു ഉപചോദ്യം എന്ന് വെച്ചാൽ ജ്യോതിഷം പ്രവചനമാണോ എന്നൊരു ചോദ്യമാണ്. ജ്യോതിഷം പ്രവചനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, എന്നുവെച്ചാൽ ഇതിൽ പ്രവചിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അപ്പം ഇതല്ലെന്ന് പറയുന്നവനെ വിമർശിക്കും. നിനക്കിത് അറിയാത്തത് കൊണ്ടാണെന്ന് പറയും. നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ അറിയത്തില്ല എന്ന് പറ, ഇത് പ്രവചനമാണെന്ന് പറയും. പക്ഷെ അവിടെ ഒരു അപകടം എവിടെയെന്ന് വെച്ചാൽ പ്രവചനങ്ങൾക്ക് പരിഹാരമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഷ്ടമവ്യാഴ സമയത്ത് ഇങ്ങനെ സംഭവിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനു പരിഹാരം കണ്ടകശനി സമയത്ത് എന്തിനാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുകയും അർച്ചനയും നീരാജനവും നടത്തുന്നത്? പരിഹാരത്തിനാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല, സൂചനകളാണ്. നമ്മൾ തുടങ്ങിയത് അവിടെ. നിങ്ങൾക്ക് അപവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം. ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോയേക്കാം. നിങ്ങൾക്ക് വാഹനാപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. പക്ഷെ അപ്പുറത്തൂടെ വരുന്നത് ശ്രദ്ധിക്കണമെന്നില്ലല്ലോ, അവനറിയത്തില്ലല്ലോ നമുക്ക് കണ്ടകശനിയാണോ അല്ലയോ. അപ്പോൾ അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്യുന്നില്ല, കണ്ണി കൊള്ളാനുള്ളത് പുരികത്തി കൊണ്ട് പോകും എന്നുള്ള വിശ്വാസത്തിലല്ലേ. അപ്പൊ പിന്നെ ഈ പ്രവചനം എന്ന് പറയുന്നത് അവിടെ തീരുകയാണ്. പ്രവചനങ്ങൾക്ക് പരിഹാരമില്ല. പിന്നത് സംഭവിക്കും എന്ന് പറയുന്നതാണ് പ്രവചനം. സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മാറരുത്. പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്യുന്നത്? അപ്പൊ പ്രവചനമാണെന്ന് പറയുന്നവർ ശരിക്കും എതിർക്കുന്നത് അമ്പലത്തെയും പൂജകളെയും വഴിപാടിനെയും ഹോമങ്ങളെയും എല്ലാം അവർ തന്നെ എതിർക്കുകയാണ് ആക്ച്വലി. ഇതിനകത്ത് ഈ ജാതകം എന്ന് പറയുന്നതും വഴികാട്ടി മാത്രമാണ്. അല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കും എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. സാധ്യതകളുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ആ സാധ്യതകളെ ഇല്ലാതാക്കാൻ നമുക്ക് അതിനാണ് അമ്പലങ്ങള്, പ്രാർത്ഥനകള്, ജീവിതത്തിൽ ചില വഴികൾ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ അല്ലാതെ ഈ ജാതകം എന്ന് പറയുന്നത് ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള കാര്യമല്ല, സാധ്യതകളെ എഴുതുന്ന കാര്യമാണ്. ആ സാധ്യതകളെ നിങ്ങളുടെ വഴി. ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് ഒരാൾക്കുണ്ടെങ്കിൽ PSC ടെസ്റ്റ് എഴുതണം. അല്ല പിന്നെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എനിക്ക് ജാതകത്തിലുണ്ടായിരുന്നു കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തിക്കുന്നത് നമ്മളാണ്. പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന വഴിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നതാണ് ജാതകം. അതാണ്. അല്ലാതെ പിന്നെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരം ചെയ്തിട്ട് കാര്യം